ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 1000 വ്യൂസിന് യൂട്യൂബിൽ നിന്ന് എത്ര റവന്യൂ കിട്ടുന്നതാണ്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, യൂട്യൂബ് വ്യൂസ് നോക്കിയല്ല പൈസ തരുന്ന, പല എലിജിബിലിറ്റി ക്രൈറ്റീരിയയും അതുപോലെ കാറ്റഗറി, ഓഡിയൻസ്, ഇങ്ങനെ പല പല മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് യൂട്യൂബ് പൈസ തരുന്നത്. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യം, 1000 വ്യൂസിന് എത്ര രൂപ ലഭിക്കുന്നു? ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ 1000 വ്യൂസിന് 30 to 200 രൂപ വരെ ലഭിക്കും, അല്ലെങ്കിൽ 300 രൂപ വരെ ലഭിക്കും. ഇനി ഷോർട്ട് കാറ്റഗറി വീഡിയോ എങ്കിൽ വെറും 5 രൂപ തൊട്ട് 50 രൂപ വരെ ലഭിക്കത്തുള്ളൂ 1000 വ്യൂസിന്. ഞാൻ ഈ വീഡിയോ ചെയ്ത് മെയിൻ ആയിട്ട് യൂട്യൂബിലെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നവർക്കും യൂട്യൂബിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നവർക്കുമാണ്. നിങ്ങളൊരു കാഴ്ചക്കാരനാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും ഇൻഫർമേഷൻ മാത്രം മതിയാവും. പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഒരു കംപ്ലീറ്റ് നോളജ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ തുടർന്ന് കാണുന്നവർ ഫുള്ളായിട്ടും കാണണം, എങ്കിൽ മാത്രം നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ഐഡിയയും ധാരണയും ഇതിൽ നിന്ന് കിട്ടത്തുള്ളൂ. നിങ്ങൾ ആദ്യം തന്നെ അറിയേണ്ടത്, യൂട്യൂബ് എല്ലാവർക്കും പൈസ തരില്ല. യൂട്യൂബിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആദ്യം കടക്കുന്നവർക്ക് മാത്രമാണ് അതിൽ നിന്ന് പൈസ ലഭിക്കുക. അപ്പോൾ ആ ക്രൈറ്റീരിയ എന്താണെന്ന് ഞാൻ പറയും. 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂറുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ പോലും സാധിക്കത്തുള്ളൂ. ഷോർട്ട് ചാനൽ ആണെങ്കിൽ 1 കോടി വ്യൂസ് 90 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ ജോയിൻ പോലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് എന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ മോണിറ്റൈസ് ഇതുവരെ ചെയ്ത് എന്നാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അന്ന് തൊട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാൻ സാധ്യമാകും. എന്റെ പേര് ജയശങ്കർ എന്നാണ്. ഞാൻ 9 വർഷമായിട്ട് ഫേസ്ലെസ് ചാനലാണ് ചെയ്തു വരുന്നത്. അതായത് മുഖം കാണിക്കാത്ത ചാനലാണ് ചെയ്തു വരുന്നത്. ഇതിൽ നിന്ന് എനിക്ക് കൺസിസ്റ്റന്റ് ഇൻകവും നല്ല സബ്സ്ക്രൈബർ ഉള്ള ചാനൽസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ ഈ ചാനലിൽ ഞാൻ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്, എങ്ങനെ ഫേസ്ലെസ് ചാനൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ബാക്കി വീഡിയോയിലേക്ക് പോകാം. പണത്തിന്റെ കണക്ക് പറയണമെങ്കിൽ 2 ടേംസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് CPM-ഉം RPM-ഉം. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടേം RPM ആണ്. റവന്യൂ പെർ മൈൽ എന്നാണ് അതിന്റെ പേര്. അതായത് 1000 വ്യൂസിന് എത്ര റവന്യൂ ലഭിക്കും എന്നാണ് ഇത് പറയുന്നത്. ഇനി കോസ്റ്റ് പെർ മൈൽ ആണെങ്കിൽ 1000 വ്യൂസിന് എത്ര പൈസ പരസ്യ കമ്പനികൾ യൂട്യൂബിന് പേ ചെയ്യുന്നതാണ് CPM എന്ന് പറയുന്നത്. അതായത് യൂട്യൂബിന്റെ സിസ്റ്റം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന്, പരസ്യ കമ്പനികൾ യൂട്യൂബിന് പൈസ കൊടുക്കുന്നു പരസ്യം കാണിക്കാൻ വേണ്ടി. യൂട്യൂബ് ഈ പരസ്യങ്ങൾ യൂട്യൂബേഴ്സിന്റെ ചാനലിൽ പ്രദർശിപ്പിച്ച് അതിന്റെ ഒരു അംശം യൂട്യൂബേഴ്സിന് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തമായ ഐഡിയ ഉണ്ടാവും യൂട്യൂബ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന്. അതുപോലെ തന്നെ യൂട്യൂബ് 50% റവന്യൂ യൂട്യൂബ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. ബാക്കി 55% മാത്രമേ അഡ്വർടൈസേഴ്സിന് കയ്യിൽ നിന്ന് മേടിക്കുന്ന പൈസ യൂട്യൂബേഴ്സിന് കൊടുക്കുന്നുള്ളൂ. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരു പരസ്യ കമ്പനി 100 രൂപയാണ് പരസ്യത്തിന് വേണ്ടി ചെലവാക്കുന്നെങ്കിൽ 50 രൂപ യൂട്യൂബ് എടുക്കുകയും 50 രൂപ യൂട്യൂബർ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്ററിന് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ സിസ്റ്റം തന്നെ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ പല ക്രൈറ്റീരിയ ഉണ്ടെന്ന്. ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞൊരു റേഞ്ച് ആണ്, ഒരു പൈസേന്റെ റേഞ്ച് ആണ്. 30 രൂപ തൊട്ട് 200 രൂപ 300 രൂപ വരെയാണ് റേഞ്ച്. ഈ റേഞ്ചിലെ വ്യത്യാസമാണ് ഇനി പറയാൻ പോകുന്നത്. ഈ റേഞ്ച് വ്യത്യാസം പല ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന്, കൺട്രി ലൊക്കേഷൻ, എവിടെ നിന്നാണ് വീഡിയോ കാണുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇന്ത്യയിൽ നിന്നാണ് ആ ചാനൽ ഒരാൾ കാണുന്നെങ്കിൽ ഒരു വരുമാനവും, ഇന്ത്യയിൽ നിന്നല്ല അമേരിക്ക, UK, കാനഡ, അതുപോലെ തന്നെ വെസ്റ്റേൺ നേഷൻസ്, GCC കൺട്രീസ്, ഇതിൽ നിന്നൊക്കെയാണ് കാണുന്നെങ്കിൽ യൂട്യൂബിന്റെ പരസ്യ വരുമാനം നന്നായിട്ട് കൂടുകയും ചെയ്യും. കാരണം അവിടെയുള്ള പർച്ചേസിംഗ് പവർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പരസ്യ കമ്പനികൾ കൂടുതൽ പൈസ പരസ്യത്തിന് വേണ്ടി നിക്ഷേപിക്കുകയും അതിൽ നിന്ന് യൂട്യൂബറിന് നല്ല വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഞാനൊരു ചാനലിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആ ചാനലിൽ കിട്ടുന്ന റവന്യൂ അതുപോലെ സാധാരണ ഒരു ചാനലിൽ കിട്ടുന്ന റവന്യൂ വ്യത്യാസമായിരിക്കും. മറുനാടൻ മലയാളികളുടെ ഓഡിയൻസ് കൂടുതലും പുറത്തുനിന്നുള്ളവരായതുകൊണ്ട് അതിന്റെ റവന്യൂ നല്ല കൂടുതലും, സാധാരണ മലയാളത്തിൽ തന്നെ ചെയ്ത് മലയാളികൾക്ക് വേണ്ടി ചെയ്യുന്ന ചാനലിന്റെ റവന്യൂ കുറവായിരിക്കും. അടുത്തൊരു വലിയ ഫാക്ടറാണ് കാറ്റഗറി എന്ന് പറയുന്നത്. നമുക്ക് ഈ കാറ്റഗറിനെ 3 ആയിട്ട് തരംതിരിക്കാം. ടോപ്പ് ടയർ കാറ്റഗറി, മിഡിൽ ടയർ കാറ്റഗറി, ലോ ടയർ കാറ്റഗറി. ഈ ഹൈ ടയർ കാറ്റഗറി വരുന്നതാണ് സാമ്പത്തികപരമായിട്ടുള്ള ചാനലുകൾ. ഫിനാൻസ് ടോപ്പിക് ആവാം, ട്രേഡിംഗ് ടോപ്പിക് ആവാം, റിയൽ എസ്റ്റേറ്റ്, മണി റിലേറ്റഡ് ടോപ്പിക്, ലക്ഷറി ടൈപ്പ് ടോപ്പിക്, തന്നെ എഡ്യൂക്കേഷണൽ, ടെക്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതൊക്കെ ടോപ്പ് ടയർ കാറ്റഗറിയാണ് വരുന്നത്. ഈ ടയർ കാറ്റഗറി ചെയ്യുന്ന വീഡിയോസിന് നല്ല വരുമാനം ലഭിക്കുകയും ചെയ്യും. ഈ ടോപ്പ് ടയർ കാറ്റഗറിയിലെ സ്റ്റോക്ക് മാർക്കറ്റ്, ഇങ്ങനത്തെ കാറ്റഗറി ചാനൽസിനൊക്കെ നല്ല വരുമാനം കിട്ടും. ഏകദേശം 1000 വ്യൂസിന് 100 to 300 വരെ കിട്ടും. ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം. സഞ്ജു ടെക്കി നിങ്ങൾക്ക് അറിയായിരിക്കും. അവൻ ഒരു വ്ലോഗ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ ട്രേഡിംഗ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ റവന്യൂ 1000 വ്യൂസിന് കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മിഡ് ടയർ കാറ്റഗറിയാണ്. ഈ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ്, മേക്കപ്പ്, അതുപോലെ തന്നെ ട്രാവല്, മദർഹുഡ്, ബേബി പ്രൊഡക്ട്സ്, ഇതൊക്കെ ഒരു സെക്കൻഡ് ടയർ കാറ്റഗറിയാണ് വരുന്നത്. ഈ ടയർ കാറ്റഗറിയിൽ അത്യാവശ്യം റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു കാറ്റഗറിയിൽ ഒരു 1000 വ്യൂസിന് 500 to 100 രൂപ വരെ കിട്ടുന്നതായിരിക്കും.
വേറൊരു ഉദാഹരണം പറയാം. നമ്മളൊരു ലക്ഷറി ട്രാവൽ ചെയ്യുകയാണ്, ലക്ഷറി ട്രാവൽ വീഡിയോ ചെയ്യുകയാണ്. അതായത് ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുന്നു, കേരളത്തിനുള്ളിലുള്ള സ്ഥലത്തിന്റെ ഒരു ലൊക്കേഷൻ ഷൂട്ട് ചെയ്യുന്നു. രണ്ടും വ്യത്യാസമാണ്. ഒന്ന് ഷിപ്പ്, അവിടുത്തെ ഓഡിയൻസ് വ്യത്യാസമാണ്. അവിടുത്തെ ഓഡിയൻസ് ഒരു റിച്ച് കാറ്റഗറി ഓഡിയൻസ് ആണ്. അപ്പൊ അതിന്റെ റവന്യൂ കൂടുതലായിരിക്കും. ഒരു കാറ്റഗറി ഉള്ളിൽ തന്നെ 2 ടൈപ്പ് കണ്ടന്റ് ചെയ്താൽ തന്നെ വരുമാനം ആ വീഡിയോയ്ക്ക് കിട്ടുന്ന വ്യത്യാസമായിരിക്കും. ഏറ്റവും കുറഞ്ഞ കാറ്റഗറിയാണ് ലോ ടയർ കാറ്റഗറി എന്ന് പറയുന്നത്. ഈ ചാനൽസ് മിക്കവാറും പ്രാങ്ക് ചാനൽസ്, മീംസ്, റിയാക്ഷൻ ചാനൽസ്, കമ്പൈലേഷൻ വീഡിയോസ്, ഇങ്ങനത്തെയൊക്കെ ആണ് കൂടുതലും ലോ ടയർ കാറ്റഗറി വരുന്നത്. ഇത് കൂടുതൽ എന്റർടൈൻമെന്റ് കാറ്റഗറിയാണ്. അതുപോലെ തന്നെ ഈ കാറ്റഗറിയിൽ അധികം വരുമാനം ലഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാറ്റഗറി ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഹൈ ടയർ കാറ്റഗറി ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഗെയിമിംഗ് വീഡിയോസ്, പെറ്റ് വീഡിയോസ്, ഡെയിലി വ്ലോഗ്സ്, ഇതൊക്കെ ഈ ലോ ടയർ കാറ്റഗറി വരുന്ന ചാനൽസ് ആണ്. ഈ കാറ്റഗറി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഷോർട്ട് കാറ്റഗറി വേഴ്സസ് ലോങ് ടൈപ്പ് വീഡിയോസ് നോക്കാം. ഇന്ന് യൂട്യൂബ് ഷോർട്ട് ഭയങ്കരമായിട്ട് പ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ഷോർട്ട്, യൂട്യൂബ് തന്നെ ഉദ്ദേശിക്കുന്നത് ആ ഷോർട്ട് കണ്ട് അവർ ലോങ് വീഡിയോ വാച്ച് ചെയ്യണം എന്നാണ്. ഈ ഷോർട്ട് വീഡിയോന്റെ പൈസ ഭയങ്കര കുറവ് തന്നെയാണ്. 1000 വ്യൂസിന് വെറും 5 രൂപ തൊട്ട് 30 രൂപ വരെ ഷോർട്ടിന് ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ ലോങ് വീഡിയോ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 50 രൂപ തൊട്ട് 200 രൂപ 300 രൂപ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. ഈ ലോങ് വീഡിയോയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഈ ലോങ് വീഡിയോ തന്നെ ആ വീഡിയോന്റെ ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് പൈസ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്താൽ 8 മിനിറ്റ് കൂടുതലായിരിക്കണം. 8 മിനിറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ പരസ്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിന്റെ വരുമാനം കൂടുകയും ചെയ്യും. യൂട്യൂബ് നോക്കുന്നത് അവരുടെ ഓഡിയൻസിനെ അവരുടെ പ്ലാറ്റ്ഫോമിൽ എത്ര നേരം പിടിച്ചിരുത്തുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ലോങ് വീഡിയോ ചെയ്യാൻ നോക്കുക. ആ ലോങ് വീഡിയോയ്ക്ക് ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ വെക്കുക. ഇനി അടുത്തൊരു ഫാക്ടറാണ് ഓഡിയൻസ് ഏജ് ഫാക്ടർ. പലരും മറക്കുന്ന ഒരു കാര്യമാണിത്. ഏജ് യൂട്യൂബിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഒരു വീഡിയോ മുതിർന്ന ഒരാൾക്കാണ് ചെയ്യുന്നെങ്കിൽ അതിന്റെ വരുമാനം കൂടുതലായിരിക്കും. കുട്ടികൾക്കാണെങ്കിൽ വരുമാനം വളരെ കുറവായിരിക്കും. ഇനി അടുത്ത ഫാക്ടറാണ് സീസൺ. യൂട്യൂബേഴ്സ് ആയ പലർക്കും അറിയാം, നവംബർ ഡിസംബർ കാലം അത്യാവശ്യം റവന്യൂ കൂടുതലാണ് കിട്ടുക. കാരണം ആ സമയത്ത് കൂടുതൽ പരസ്യ കമ്പനികൾ പരസ്യം ചെയ്യാൻ വരികയും നമ്മുടെ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല വ്യൂസ്, അത്യാവശ്യം നല്ല വാച്ച് ടൈം ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ഫെസ്റ്റിവൽ സീസൺ, ദീപാവലി, ചില ആഘോഷങ്ങൾക്കൊക്കെ പരസ്യ കമ്പനികൾ കൂടുതൽ പൈസ അവരുടെ പരസ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതുകൊണ്ട് യൂട്യൂബേഴ്സിന് നല്ല വരുമാനം ആ സമയത്ത് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഞാൻ ഒരു ചോദ്യം ഓഡിയൻസിനോട് ചോദിക്കുകയാണ്. ഒന്ന്, യൂട്യൂബ് എല്ലാ വ്യൂസിനും പൈസ കൊടുക്കുവോ? ഉത്തരം ഇല്ല. ഇനി അടുത്ത സംശയം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണോ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡ്? ഒരിക്കലുമല്ല. യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, ബ്രാൻഡ് സ്പോൺസർഷിപ്പ് ഉണ്ട്, ചാനൽ മെമ്പർഷിപ്പ് ഉണ്ട്. അതുപോലെ നമ്മുടെ എന്തെങ്കിലും ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്നും യൂട്യൂബിന് ബന്ധപ്പെട്ടതല്ല, കുറച്ച് ഔട്ട്സൈഡ് ഓഫ് യൂട്യൂബ് ആണ്. അങ്ങനെയും അത്യാവശ്യം നല്ല റവന്യൂ യൂട്യൂബിലൂടെ ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്ത സംശയം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു വീഡിയോ കണ്ടു, ക്ലിക്ക് ചെയ്ത് പെട്ടെന്ന് പോയി. അങ്ങനെയാണെങ്കിൽ ആ വീഡിയോന്ന് ആ യൂട്യൂബർക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുമോ? ഒരിക്കലും ഇല്ല. കാരണം അയാൾ ഒരു പരസ്യം പോലും ആ ചാനലിൽ നിന്ന് കണ്ടിട്ടുണ്ടാകത്തില്ല. അപ്പം പൈസ ലഭിക്കാനുള്ള സാധ്യത ഒന്നുമില്ല. ഇതിന്റെ ഒരു സമ്മറി ഞാൻ പറയാം. യൂട്യൂബ് വ്യൂ നോക്കിയല്ല പൈസ കൊടുക്കുന്നത്. യൂട്യൂബ് പല പല ക്രൈറ്റീരിയ അനുസരിച്ചാണ് പൈസ കൊടുക്കുന്നത്. കാറ്റഗറി, ഓഡിയൻസ് ലൊക്കേഷൻ, ഏജ്, സീസൺ, ഇതൊക്കെ നോക്കിയാണ് യൂട്യൂബ് പൈസ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകുന്തോറും ആ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുകയും ആ വ്യൂസ് കൊണ്ട് അത്യാവശ്യം നല്ല റവന്യൂ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുകയും സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഏത് കാറ്റഗറി ചൂസ് ചെയ്യുന്ന കമന്റിൽ പറയുക. ഫേസ്ലെസ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നും അതെങ്ങനെ മാനേജ് ചെയ്യണമെന്നും സിസ്റ്റമാറ്റിക്കലി എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നും ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക്ഔട്ട് ചെയ്യുക. ഇനി എന്റെ ഒരു ചാനൽ വീഡിയോയ്ക്ക് എത്ര രൂപ കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനകത്ത് 2 മില്യൺ വ്യൂസ് ഉണ്ട്, അതായത് 20 ലക്ഷം വ്യൂസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 1000 വ്യൂസിന് എത്ര റവന്യൂ ലഭിച്ചെന്ന് നമുക്ക് നോക്കാം. $229 ഉണ്ട്. ഏകദേശം നമുക്ക് $200 ആക്കാം. 2 മില്യന് $200, അതായത് 1 മില്യന് $100. അതായത് ഒരു 1000 വ്യൂസിന് 10 സെന്റ് വരും. 10 സെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 10 രൂപ. അതായത് 1000 വ്യൂസിന് 10 രൂപ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ കാരണം വെച്ചാൽ ഇതൊരു എന്റർടൈൻമെന്റ് ചാനലാണ്. അതുകൊണ്ട് അത്ര റവന്യൂ മാത്രമേ കിട്ടാനുള്ള സാധ്യതയുള്ളൂ.